മാത്സ്റ്റോപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജൂൺ 26-നാണ് നമ്മുടെ സേ പരീക്ഷ വരുന്നതെന്ന് പറയാം, +2ൻ്റെ സേ പരീക്ഷ മാത്സിൻ്റെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് കുട്ടികളെ അടുത്ത് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഓരോ വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ഒരു ബോർഡ് വാങ്ങുന്ന തിരക്കിലായിപ്പോയി. ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ആവുന്നില്ല. പോർഷൻസ് ഒന്നും അല്ലല്ലോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ആവുന്നില്ല. ഇനി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റായി നോക്കിക്കൊണ്ട് ചിലപ്പോൾ സേ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഉള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നു. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കൊരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ അന്നും പറഞ്ഞിരുന്നു സപ്ലിമെൻ്ററി എക്സാം ആണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് യാതൊരു ഇളവോ ഒന്നുമില്ല. ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി പ്രിപ്പയർ ചെയ്യുന്ന വിജയബേരി എന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കാറ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്കിനി അടുത്ത വലിയ ബുദ്ധി ഇല്ലാണ്ട് ആലോചനയോടുകൂടിയൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ എടുക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 5/4 പ്ലസ് x/2 എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലം ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ കുറച്ചധികം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രിഗ്നോമെട്രി നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്ന് ഒറ്റൊരു ഇക്വേഷൻ നിങ്ങളെ ബൈഹാർട്ട് ചെയ്യിക്കാണ്ട് എല്ലാം നിങ്ങളെ പ്രൂവ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ മൾട്ടിപ്പിൾ ആംഗിൾ, ഹാഫ് ആംഗിൾ, അതുപോലെ തന്നെ നമ്മൾ കോ ഫംഗ്ഷന് ഇതെല്ലാം അന്ന് കവർ ചെയ്ത് പോയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ടാൻ ഇൻവേഴ്സിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഫംഗ്ഷനെയും നമ്മൾ എന്താക്കി മാറ്റണം? ടാനിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യാം. നമുക്ക് നോക്കാം. നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് ആണല്ലേ എടുത്തു നമ്മൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഇക്വേഷൻ കോസ് 2x ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ പക്ഷേ കോസ് 2x ആണോ? അല്ല, കോസ് എക്സ് ആണ്. കുഴപ്പമില്ല, കോസ് 2x മൾട്ടിപ്പിൾ ആംഗിളും കോസ് എക്സ് ഹാഫ് ആംഗിളും ആണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഹാഫ് ആംഗിൾ ആവുമ്പം എൻ്റെ ഇക്വേഷനും എന്തായി മാറും? ഹാഫ് ആംഗിളായി മാറും. സോ കോസ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. എഗെയിൻ 1 എന്ന് പറയുന്ന എഴുതിയിട്ട് നമ്മളിതെല്ലാം ചാനലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്തു പഠിക്കാത്തൊരു കുട്ടിക്ക് ഇത് കിട്ടില്ല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന 1നെ നമുക്ക് എന്താക്കി മാറ്റാം? ഇക്വേഷൻ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി നമ്പർ 1 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 എന്ന് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ട്രിഗ്നോമെട്രിയിൽ വീണ്ടും പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ നേരെ ഹാഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, ഹാഫ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാനതുകൊണ്ട് ഇവിടെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സൈൻ സ്ക്വയർ x/2 പ്ലസ് കോസ് സ്ക്വയർ x/2 ഈക്വൽ ടു 1 കൊടുക്കാൻ പോവാം. കുഴപ്പമുണ്ടോ? ഓക്കെ, നമുക്ക് കൊടുക്കാം കേട്ടോ. ദെൻ സൈൻ സ്ക്വയർ x/2 പ്ലസ് കോസ് സ്ക്വയർ x/2. പിന്നെ അടുത്തത് നോക്കാം. എല്ലാം ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആണ് കേട്ടോ. സൈൻ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? കഴിഞ്ഞ കൊല്ലം ഞാൻ പഠിച്ചു, നമ്മൾ പഠിച്ചു സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, എന്താണ്? സൈൻ 2xന് പകരം സൈൻ എക്സ് ആണ്. എഗെയിൻ ഹാഫ് ആംഗിൾ ആയി. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ x/2 കോസ് x/2 എന്ന് കൊടുത്തു. നോക്കിയപ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലേ? നോക്കൂ, നമുക്കിത് എ സ്ക്വയറും ഇത് എയും ഇത് ബിയുമായിട്ട് കൊടുത്താൽ ഇപ്പോൾ ഇതെങ്ങനെ വന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 8ലേക്ക് പോരും. 8ലേക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ എന്താണ് പഠിച്ചത്? 8ൽ നമ്മൾ 3-4 ഐഡന്റിറ്റീസ് പഠിക്കുന്നുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് 8ൽ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി അപ്പോൾ നമുക്കതിനെ അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഇത് എ സ്ക്വയറും ഇത് ബി സ്ക്വയറും ആണെങ്കിൽ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? കോസ് x/2 പ്ലസ് സൈൻ x/2 ഇൻറ്റു കോസ് x/2 മൈനസ് സൈൻ x/2 ഞാൻ കൊടുക്കുന്നു. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത് സൈൻ സ്ക്വയർ x/2 കോസ് സ്ക്വയർ x. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിനെ എ ആക്കി കൊടുക്കുന്നു ഞാൻ കോസ് x/2നെ. അപ്പോൾ കോസ് സ്ക്വയർ x/2 എ സ്ക്വയർ. ഇത് ഞാൻ ബി ആക്കി. ഇവിടെ ഓൾറെഡി സൈൻ ബി ആണല്ലോ, ബി സ്ക്വയർ. സോ മൈനസ് 2ab എന്നുള്ള ഇക്വേഷൻ വന്നില്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്താണെന്ന് പഠിച്ചത്? എഗെയിൻ 8ലേക്ക് പോകൂ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ എൻ്റെ എ എന്ന് പറയുന്നത് ഇവിടെ കോസ് x/2ഉം
ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ ടു ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് കൊടുക്കാം. ക്ലിയർ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. നോക്കൂ, ഇവിടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഉണ്ട്, ഇത് കട്ടായി, ഇവിടെ സ്ക്വയർ ആണ്, കട്ടായി. സോ ബാലൻസ് നമുക്ക് എന്തുണ്ട്? കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു. ഈ പ്രോബ്ലംസ് ഇതുപോലത്തെ ഹാഫ് ആംഗിൾ അല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ് കേട്ടോ. കോസ് എക്സ് ബൈ ടു മൈനസ് ഇൻവേഴ്സ് അല്ലേ ഇക്കൊല്ലം വരുന്നുള്ളൂ. ട്രിഗ്നോമെട്രിക്ക് ഫുള്ള് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലേ. ഓക്കെ, ഇത്രയും നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴും നമുക്കായിട്ടില്ല. നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ ഞാൻ പറഞ്ഞു ഇത് ടാൻ ഇൻവേഴ്സ് ആണ്. സോ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ടാൻ ഇൻവേഴ്സും ടാൻ നള്ളിഫൈ ആയി പോയിട്ട് എനിക്ക് ഉത്തരം കിട്ടുള്ളൂ. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഫോം ഇൻ ടു ടാൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ടാൻ കോസ് സൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് ടാൻ. ഓക്കെ, സോ എങ്ങനെ ഞാനിവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ ബൈ കോസ് എനിക്ക് വേണം, പക്ഷെ എനിക്ക് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു എടുത്താൽ ടാൻ എക്സ് ബൈ ടു കിട്ടി. പക്ഷേ ഈ ടേമിനെ മാത്രം എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഇസ് ആൻ എക്സ്പ്രഷൻ. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ദ ഹോൾ എക്സ്പ്രഷൻ ബൈ ഡിവൈഡ് ഈച്ച് ടേം ബൈ കോസ് എക്സ് ബൈ ടു. എക്സ്പ്രഷനിലുള്ള ഈച്ച് ടേമിനെ എന്ത് ചെയ്യണം? നമ്മൾ കോസ് എക്സ് ബൈ ടു വെച്ച് ഈച്ച് ടേം ബൈ കോസ് എക്സ് ബൈ ടു വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അത് നമുക്കിനി എഴുതാം. ഞാൻ പറഞ്ഞു ഓരോ ടേമിനെയും നമുക്ക് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതി മക്കളെ എങ്ങനെയാണ് ഓരോ ടേമിനെയും നമ്മൾ കോസ് എക്സ് ബൈ ടു വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകണം. നോക്കൂ, അപ്പോൾ കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ഇവിടെ എന്ത് വരും? നമുക്കിവിടെ 1 വരും. ഇവിടെയാണെങ്കിലോ നമുക്ക് ടാൻ എക്സ് ബൈ ടു വരും അല്ലേ? കോസ് എക്സ് ബൈ ടു ബൈ സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ടാൻ എക്സ് ബൈ ടു ആണ്. ഇവിടെ നമുക്ക് 1 മൈനസ് ടാൻ എക്സ് ബൈ ടു വന്നു. നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് ടാനിലേക്ക് വന്നിട്ടുണ്ടല്ലേ, പക്ഷെ നമുക്ക് ഫുള്ളാണ് ടാൻ കിട്ടുന്നത്. ഇവിടെ 1 പ്ലസ് ഒക്കെയാണ്. ശരി, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 45 എന്ന് പറഞ്ഞാൽ സൈൻ 5/4 1/2 കോസ് 45 1/2 എന്നറിയാം. അപ്പോൾ സൈൻ 45 ബൈ കോസ് 45 എന്നാണ് ടാൻ 45. അതെന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ടാൻ 5/4 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ശരി. അപ്പം ഞാൻ ഈ 1ന് പകരം ഞാൻ എന്ത് എഴുതാൻ പോവാണ്? ടാൻ 5/4 പ്ലസ് ബാക്കി അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ, ടാൻ എക്സ് ബൈ ടു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടാനിലേക്ക് എത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഓക്കെ, ശരി. ഞാനിപ്പോൾ ഈ ടാൻ ഇവിടെ ഞാനൊരു 1 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോഴും കുഴപ്പമില്ലല്ലോ. ടാൻ 5/4 1 ആണ്. ടാൻ 5/4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു തന്നെയാണ് കേട്ടോ. ടാൻ 5/4 1. അതിന് വേറെ നമ്മളിങ്ങനെ എഴുതുന്നേ ഉള്ളൂ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ നമ്മൾ പഠിക്കുന്നുണ്ട് ടാൻ എ പ്ലസ് ബി എന്താണെന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പഠിച്ചു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എൻ്റെ എ എന്ന് പറയുന്നത് 5/4 ആയിട്ട് എടുത്തു. ടാൻ 5/4 പ്ലസ് എക്സ് ബൈ ടു നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. ടാൻ 5/4 ടാൻ എ ദാറ്റ് മീൻസ് ടാൻ 5/4 വന്നു പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 5/4 ടാൻ എക്സ് ബൈ ടു. ക്ലിയർ? അപ്പോൾ നമുക്കിത് എന്ത് വന്നു? ടാനിലേക്ക് കിട്ടി. ഇപ്പോൾ ഈ കംപ്ലീറ്റ് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്താക്കി ചെയ്തു? നമുക്ക് ടാൻ 5/4 പ്ലസ് എക്സ് ബൈ ടു കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് ചേർത്താൽ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ചേർത്താൽ വരുന്നെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ സൈൻ ആക്കാൻ നോക്കണം. കോസ് ഇൻവേഴ്സ് ആണ് വരുന്നതെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലെ ടേമുകൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് കോസിൻ്റെ ടേമിലേക്ക് എത്തിക്കണം. ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്താ ചെയ്തത്? ടാൻ 5/4 പ്ലസ് എക്സ് ബൈ ടു എന്നാണ് എനിക്ക് കിട്ടിയത്. ക്ലിയർ? ഞാൻ പറഞ്ഞു ടാൻ ഇൻവേഴ്സും ടാനും വന്നു കഴിഞ്ഞാൽ അത് നള്ളിഫൈ ആയി പോകും. സോ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 5/4 പ്ലസ് എക്സ് ബൈ ടു ആണ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ വലിയ ആലോചന ഇല്ലാണ്ട് അത്യാവശ്യം കുറച്ച് ടെക്നോമെട്രിക് ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് വലിയ ഹയർ മാർക്ക് കിട്ടുന്ന പ്രോബ്ലംസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുട്ടികളെ നമുക്ക് വിജയവേദിയിൽ തന്നെയുള്ള വിജയവേദി എന്താണെന്ന് ഞാൻ പറഞ്ഞു. വിജയവേദിയിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഒരു ക്വസ്റ്റ്യനാണ്. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് 6 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് 6 ഇസ് ഈക്വൽ ടു π/2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു സോൾവ്. സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഹിയർ.
ഓക്കെ, ഫോർ ദാറ്റ് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ഇവിടെ കിടക്കട്ടെ. ബാക്കി ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? നെഗറ്റീവ് സൈൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോയാൽ പോസിറ്റീവ് ആകുമെന്നൊക്കെ അറിയാം. അപ്പം നമുക്ക് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വന്നു. ക്ലിയർ? ശരി, ഇനി നമുക്ക് ഈ സൈൻ ഇൻവേഴ്സിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. അതും ഈക്വൽ ടു അപ്പുറത്തേക്ക്, അപ്പോൾ എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അതും ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വന്നു? സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് പോകുമ്പം 5/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് വന്നു. ഹിയർ നമുക്ക് കഴിഞ്ഞ കൊല്ലം ട്രിഗ്നോമെട്രിയിൽ നമ്മൾ 5/2 ചേർത്തും പൈ ചേർത്തും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. സൈൻ പൈ പ്ലസ് തീറ്റ, കോസ് പൈ പ്ലസ് തീറ്റ ഇതൊക്കെ വന്നാൽ എന്താണ്? അത് തന്നെയാണ്, ഫംഗ്ഷൻ തന്നെയാണ്. എന്നാൽ കോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ 5/2 ചേർത്ത് വരുന്നതൊക്കെ കോ ഫംഗ്ഷനാണ്. സൈൻ 5/2 മൈനസ് തീറ്റ കോസ് തീറ്റ. ഇനി കോസ് 5/2 മൈനസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ. അപ്പം സൈൻ്റെ കോ ഫംഗ്ഷൻ 5/2 ചേർത്ത് വന്നാൽ അത് കോ ഫംഗ്ഷനാണ്. സൈൻ്റെ കോ ഫംഗ്ഷൻ കോസും കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈനുമാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. നമ്മൾ ക്വാഡ്രൻ്റ് ഒക്കെ വരയ്ക്കാൻ പഠിച്ചു അല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് പഠിച്ചു. ഫസ്റ്റിൽ നമ്മൾ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവാണ്. ഓൾ സെക്കൻഡ് ഓർമ്മിക്കാൻ നമ്മൾ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് ഓർക്കാൻ നമ്മൾ ഇവിടെ നമ്മൾ ഓൾ സിൽവർ ടീ കപ്പ് എന്നൊക്കെ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓളെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവാണ്. ഇവിടെ സിൽവർ എന്ന് പറഞ്ഞാൽ സൈനും സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്. ഇവിടെ ടാനിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ്. ഈ ക്വാഡ്രൻ്റ് വരുമ്പോൾ അതായത് 275 പ്ലസ് വന്നാൽ ഏതാണ്ട് 360ലേക്ക് അടുത്തു. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ്? നമുക്ക് കോസും സീക്കും ആണ് പോസിറ്റീവ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 90 ഇത് 90 പെർപെൻഡിക്കുലർ 90ക്ക് ഇപ്പുറത്തേക്ക് വന്നാൽ ആംഗിൾ മാറി. അപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രൻ്റ് വന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ 5/2 പ്ലസ് 5/2 ചേർത്ത് വന്നാൽ കോ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? കോസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. നോക്കൂ, 5/2 മൈനസ് തീറ്റ അല്ലെ 5/2 പ്ലസ് തീറ്റ. പിന്നെ വരുന്നത് കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ് വന്നു. പോസിറ്റീവാണ്, കാരണം നമ്മൾ പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും സൈനിൻ്റെ റെസിപ്രോക്കലായ കോസും കൊസീക്കും പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്കിവിടെ നെഗറ്റീവ് സൈനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ പല ക്വസ്റ്റിനും ക്വാഡ്രൻറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റും. അപ്പോൾ നമുക്ക് 1 മൈനസ് എക്സ് ഇസിക്കൽ ടു കോസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് ഇസിക്കൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിന് കൊടുക്കാൻ പോവാണ്. 1 മൈനസ് എക്സ് ഇസിക്കൽ ടു കോസ് 2 തീറ്റ എന്ന് വന്നു. ഇത് നമുക്ക് കോസ് 2 തീറ്റയെ നമ്മൾ ഇക്വേഷൻ വീണ്ടും പഠിച്ചിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്രീവിയസ് ചെയ്ത പ്രോബ്ലത്തിന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് 1 മൈനസ് എക്സ് ഇസിക്കൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ഇതേ ഇസിക്കൽ ടു 1 മൈനസ് 2 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് 2 എക്സ് സ്ക്വയർ എന്ന് എനിക്ക് വന്നു. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ. നമുക്ക് ഇപ്പോൾ 1 മൈനസ് 2 എക്സ് സ്ക്വയർ അല്ലേ? 1 മൈനസ് എക്സ് ഈ 2 എക്സ് സ്ക്വയർ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എക്സ് സ്ക്വയർ ആയി. മൈനസ് എക്സ് ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, അപ്പുറത്തുനിന്ന് ഒരു 1 വരുമ്പോൾ ഇവിടെ 0 ആയി. ദാറ്റ് മീൻസ് ഇത് ക്യാൻസൽ ആയിപ്പോയി. 2x സ്ക്വയർ മൈനസ് എക്സ് ഇസിക്കൽ ടു 0. എക്സ് നമുക്ക് കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം. അപ്പോൾ 2x മൈനസ് 1 ഇസിക്കൽ ടു 0. നമ്മളിനി വേറെ റൂൾ പഠിക്കുന്നുണ്ട്. ഇഫ് എ ബി ഇസിക്കൽ ടു 0 ദെൻ ഐദർ എ ഇസിക്കൽ ടു 0 ഓർ ബി ഇസിക്കൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കി, ഇത് രണ്ടും 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഐദർ എക്സ് ഇസിക്കൽ ടു 0 ഓർ 2x മൈനസ് 1 ഇസിക്കൽ ടു 0. ദീസ് ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. സോ നമുക്കിത് നോക്കാം, അതാണോ നമുക്ക് ചെക്കും ചെയ്യണം കേട്ടോ. എക്സ് ഇസിക്കൽ ടു 0 കിട്ടി. 2x മൈനസ് 1 ഇസിക്കൽ ടു 0 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പുറത്തേക്ക് പോയി എക്സ് ഇസിക്കൽ ടു 1/2 ആണ്. സോ എക്സ് ഇസിക്കൽ ടു 0 ആൻഡ് എക്സ് ഇസിക്കൽ ടു 1/2 ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ആ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി. ഇനി ഏത് സൊല്യൂഷനാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അതായത് ഇവിടെ 5/2 വരണമെങ്കിൽ എക്സ് 0 ആണോ എക്സ് 1/2 ആണോ എടുക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് കാണിക്കണം. അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് എക്സ് ഇസിക്കൽ ടു 0 എന്നും കിട്ടി, എക്സ് ഇസിക്കൽ ടു 1/2 എന്നും കിട്ടി. പക്ഷേ ഏതാണ് ഇവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, ഏത് റൂട്ട് എടുത്താലാണ് നമുക്ക് ഈ 5/2 എന്ന് പറയുന്നത് കിട്ടുന്നത് നോക്കാം. നമുക്ക് ആദ്യം 0 എടുത്ത് നോക്കാം അല്ലേ. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് 0 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് 0 ഇസ് ഈക്വൽ ടു നമുക്ക് നോക്കാം.
സൈൻ 0 ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സൈൻ 90 അതായത് π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1, ഈ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയൻ ഫോമിൽ π/2 ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 1 - 0 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 ആണ്. -2 സൈൻ ഇൻവേഴ്സ് 0 എന്താണെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് 1 എന്താ കുട്ടികളെ? π/2 ആണെന്ന് കിട്ടിയല്ലേ. -2 സൈൻ ഇൻവേഴ്സ് 0 ആയി നമുക്കറിയാം. അപ്പോൾ 2 × 0 0. സോ നമുക്ക് ഉത്തരം നമുക്ക് π/2 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും, ചിലപ്പോൾ 1/2 ആയിരിക്കും ആദ്യം എടുത്തത്. അപ്പോൾ അവർക്ക് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യേണ്ട കേസ് വരും. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ 0 ആദ്യം ഇട്ടു. ചിലപ്പോൾ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1/2 ഇടാം. അപ്പോൾ 1/2 ഇടുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടെന്ന് നോക്കാം, ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ കൊടുക്കട്ടെ. x = 1/2 എന്ന് കിട്ടിയ നമ്മുടെ റൂട്ട് ഇട്ട് കൊടുക്കാം. സോ സൈൻ ഇൻവേഴ്സ് 1 - 1/2 -2 സൈൻ ഇൻവേഴ്സ് 1/2 നോക്കാം. 1 - 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ൽ നിന്ന് അര പോയാൽ നമുക്കറിയാം അരയാണല്ലേ. -2 സൈൻ ഇൻവേഴ്സ് 1/2. ഒരു സൈൻ ഇൻവേഴ്സ് 1/2 നിന്ന് 2 സൈൻ ഇൻവേഴ്സ് 1/2 പോയാൽ നമുക്കറിയാം മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. അത് പിന്നെ π/2 ഒക്കെ എടുത്ത് സോൾവ് ചെയ്യാൻ നിൽക്കുന്നത് നല്ലത് ഇങ്ങനെയാണ്. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ 1/2 സൈൻ 30 അതായത് സൈൻ π/6 1/2 ആണെന്ന് നമുക്കറിയാം. അപ്പം സൈൻ ഇൻവേഴ്സ് 1/2 എത്രയായിരിക്കും? 30 ആയിരിക്കും അല്ലേ. അപ്പോൾ -π/6 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ നമുക്ക് നമ്മുടെ റൂട്ട് ഏതായിരിക്കും എടുക്കാൻ പറ്റുന്നത്? x = 0 കൊടുത്താലേ നമുക്കിത് കിട്ടുകയുള്ളൂ. സോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് പ്രൂവ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തിക്കണം. ഐദർ യു ക്യാൻ ടേക്ക് ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഏതാണ് നമ്മൾ ചെയ്ത് പഠിച്ചതെന്ന് അത് ചെയ്യുക. പക്ഷേ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് യൂസിങ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ? അപ്പം ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഇട്ട് പോവാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല മാർക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇനി +2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അതുവരെയ്ക്കും നമുക്ക് താങ്ക് യു.